പാണക്കാട് മുയീൻ അലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ച കേസിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. മലപ്പുറം പോലീസിന്റേതാണ് നടപടി. മുയീൻ അലി തങ്ങളോട് ശത്രുതയില്ലെന്ന് റാഫി ആവർത്തിച്ചു. നാളെ തങ്ങളെ കാണുന്നുണ്ടോ? നാളെ മിക്കവാറും തങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് വിളിച്ചിട്ടുണ്ട്, തങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രൂപത്തിൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോണിൽ എന്താണ് സംസാരിച്ചത്? തങ്ങളുടെ മറുപടി എങ്ങനെയായിരുന്നു? കേസ് സംബന്ധമായിട്ട് തങ്ങൾ നാളെ ഇവിടെ വരുന്ന പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് എന്താണെന്നുള്ള രൂപത്തിൽ പോകുന്നുണ്ട്. സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞെന്നാണ് ഇപ്പോൾ കൊടുത്തത് മൊഴി. അതെ അതെ, തങ്ങൾ കൊടുത്തതിനനുസരിച്ച് തങ്ങളതായിട്ടുള്ള ഒരു മൊഴി എൻ്റെ ഭാഗത്താണ് വീഴ്ച വന്നെന്നുള്ള രൂപത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. കീർത്തന, അല്പസമയം മുൻപാണ് റാഫി പുതിയകടവിന്റെ അറസ്റ്റ് മലപ്പുറം പോലീസ് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഭീഷണിപ്പെടുത്തൽ, കലാപാഹ്വാനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് മുയീൻ അലി തങ്ങളുടെ പരാതിയിൽ റാഫി പുതിയകടവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായി. തുടർന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. നാളെ മുയീൻ അലി തങ്ങളുമായി കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. പ്രശ്നം ഒത്തുതീർപ്പാവും. സമവായത്തിലെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് റാഫി പുതിയകടവ് അറിയിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും സ്റ്റേഷനിൽ ഹാജരാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. മുയീൻ അലി തങ്ങളുമായി വിഷയം രമ്യതയിൽ പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ റാഫി പുതിയകടവ് ഉള്ളത്. കീർത്തന. ശരി, പാണക്കാട് മുയീൻ അലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ച കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. അരുൺ പാറക്കലാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.